പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മെ പാപത്തോടു കൂടി സ്നേഹിച്ച കർത്താവ്, ആ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം, പ്രാണപ്രിയനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രൈസ് ദ ലോർഡ്. പാപത്തെ വെറുക്കുന്ന ദൈവം പാപിയായ നമ്മെ എല്ലാം സ്നേഹിച്ചു. അതുകൊണ്ടാണ് കാൽവറിയിൽ നമുക്ക് വേണ്ടി സ്വന്തം സുമനസാലെ തല്ലി തകർക്കുവാൻ, വേദനകളെല്ലാം ഏറ്റെടുക്കുവാൻ ക്രിസ്തു യേശു തയ്യാറായത്. കാരണം എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചതായ സ്നേഹം അത് നാം നല്ലവരായിരുന്നത് കൊണ്ടല്ല, പാപത്തിൽ ഇരുന്നപ്പോൾ തന്നെ. ഇപ്പോഴും നമ്മൾ പാപികളാണ്. എന്നാൽ ക്രിസ്തു യേശുവിനാൽ, ആ തിരുരക്തത്താൽ, ആ ക്രിസ്തുവിൻ്റെ രക്തത്താൽ മൂടി മറയ്ക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, I am no more a sinner. Hallelujah, because I believe that I am washed in his blood. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വിശുദ്ധ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിനാൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാകയാൽ നമ്മുടെ മുമ്പിലുള്ള പാപികളായ, യേശു കർത്താവിനെ സ്വീകരിക്കാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ അവർ പാപത്തിൽ അകപ്പെടുമ്പോൾ അവരെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂടെയുള്ള സഹസൃഷ്ടികളെ നാം കരുണയോടുകൂടി, സ്നേഹത്തോടുകൂടി അവരോട് ഇടപെടണമെന്നും അവരോട് സംസാരിക്കണമെന്നും അവരോട് പ്രവർത്തിക്കണമെന്നും ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. എഫേഷ്യൻസ് 4:32 ഇപ്രകാരം പറയുന്നു: നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ്, forgiving each other. Hallelujah, praise God. Be kind and compassionate. Hallelujah, സ്തോത്രം. ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് നേഴ്സുമാർ രോഗികളോട് എത്ര കരുണയും ദയയുമായിട്ടാണ് ഇടപെടുന്നതെന്ന് കാണുമ്പോൾ എനിക്ക് വളരെ ആശ്ചര്യമായിട്ടുണ്ട്. നാം പൊതുവെ മലയാളികൾ, ഒരു കള്ളുകുടിയൻ വന്നിട്ട് അവൻ്റെ ആ ശരീരമൊക്കെ ആൽക്കഹോളിസത്താൽ അവൻ്റെ ലിവറൊക്കെ ഡാമേജായി മഞ്ഞ കളറായി ബ്ലീഡിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആ വേദനയും കൊണ്ട് ആ ഒരു മനുഷ്യൻ പൊളയുമ്പോൾ, അല്ല ഞാൻ പള്ളിയിലോട്ട് പോവുകയാണ്, ഒരു ആൽക്കഹോളിസത്താൽ അതിൻ്റെ കോൺസിക്വൻസും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരനെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇടപെടുന്നത്? അവനോട് കരുണയുണ്ടോ? ആ പാപത്തെ വെറുത്തിട്ട് ആ ഒരു മനുഷ്യനെ, ആ മനുഷ്യനായ ആ പച്ച മനുഷ്യനെ സ്നേഹിക്കുവാൻ, അവൻ്റെ വേദനയെ ഞാൻ അംഗീകരിക്കുവാൻ, സഹോദര നിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് പലപ്പോഴും വൈമനസ്യമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. നമ്മളോട് മിണ്ടുന്നത് തന്നെ, നമുക്ക് മിണ്ടണ്ട, കാരണം അവൻ പാപത്തിൽ അകപ്പെട്ടതാണല്ലോ. അല്ലെങ്കിൽ ഒരു വേശ്യായ സ്ത്രീയെ കാണുമ്പോൾ, അവൾ പാപിയാണ്, അവനോട് മിണ്ടണ്ട, നമ്മുടെ തന്നെ ഹോളിനെസ് പോകും എന്നൊക്കെ ഒരു ചിന്തയാണ്. എന്നാൽ ദൈവവചനം നമ്മളോട് അങ്ങനെയല്ല ആഹ്വാനം ചെയ്യുന്നത്. ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ്. അവൻ ആരായിരുന്നാലും അവൻ്റെ വേദനയിൽ, അവൻ്റെ ദുഃഖത്തിൽ, സഹോദരൻ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു, നീ വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുവെന്ന് നാം പറയേണ്ടതായിട്ടുണ്ട്. സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു രോഗി, ഞാൻ കണ്ടിട്ടുമുള്ളത്, അങ്ങനെയുള്ളൊരു രോഗി നമ്മളുടെ അടുത്ത് വരുമ്പോൾ, ഒരു പരിചരണത്തിനായിട്ട് വരുമ്പോൾ, ആശ്രയിച്ചു വരുമ്പോൾ, നീ ഇത് അർഹിക്കുന്നതാണ്, നിന്റെ വേദന നിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്, നീ എന്തിനാണത് കള്ളു കുടിച്ചത്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു ദുസ്വഭാവത്തിന് അടിമയായിപ്പോയത്, ഈ വരുന്ന കോൺസിക്വൻസ് എല്ലാം നീ തന്നെ അനുഭവിച്ചോ, ഇതിൻ്റെ എല്ലാ വേദനയും നീ തന്നെ അനുഭവിച്ചോ, നീ ഇതിന് യോഗ്യനാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരുപാട് നേഴ്സുമാർ, എല്ലാ നേഴ്സുമാരും തന്നെ, ഞാൻ കണ്ടിട്ടുള്ളവരെല്ലാം തന്നെ, ഐ എം സോറി, നീ വേദനിച്ച് കരയുമ്പോൾ, ഐ അണ്ടർസ്റ്റാൻഡ് യു, ഐ എം സോറി, ഐ നോ യു, ദാറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന ഒരു അനുഭവം ഈ രാജ്യത്ത് ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ് തോന്നിയത്. ഒരു പാപിയായ ഒരു മനുഷ്യനോട്, ആ മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചല്ല, ആ മനുഷ്യൻ്റെ വേദനയിൽ കരുണയുണ്ടാകുന്ന നേഴ്സുമാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതുതന്നെയാണ് നമ്മുടെ വചനം പറയുന്നത്. ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ്, forgiving each other, forgiving one another. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചിട്ട്, നമ്മളുടെ പാപത്തിൻ്റെ ഒരവസ്ഥ നമ്മുടെ കൂട്ടുകാരനുണ്ടെങ്കിൽ, ഒരു സഹോദരനുണ്ടെങ്കിൽ, ആ പാപത്തിൽ നാം ചെന്ന് പെട്ടുപെടാതെ ആ പാപത്തെ വെറുത്തുകൊണ്ട് ആ സഹോദരനെ ആ പാപത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ വേണ്ടി, ആ ചേറിൽ നിന്ന് വലിച്ചെടുക്കുവാൻ വേണ്ടി നാം മനസ്സ് കാണിക്കണം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നാം പാടുന്നുണ്ടല്ലോ, പാപത്തെ വെറുക്കുന്ന ദൈവം പാപിയായ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു.
പാപത്തെ വെറുക്കുന്ന ദൈവം പാപിയെ സ്നേഹിക്കുന്നു. പ്രൈസ് ഗോഡ്. അത് പാടുവാൻ വേണ്ടി മാത്രമല്ല, ഞാൻ പാടുമ്പോൾ ഞാനത് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വ്യക്തി ജീവിതങ്ങളിലും പല കുറവുകളുണ്ട്. കുറവുകളില്ലാത്ത ആരുമില്ല. ദൈവം തൻ്റെ ദൂതന്മാരിലും കുറ്റം ആരോപിക്കുന്നു. അപ്പോൾ മണ്ണായി പിറന്ന നമ്മളിൽ എത്രയധികം എന്ന വചനം പറയുമ്പോൾ സഹോദര, നമ്മുടെ ചുറ്റുമുള്ള ഇരുളിലുള്ള ജീവിതത്തോട് നമുക്ക് കരുണയാകണം. അതൊരു മനുഷ്യനാ മാത്രമല്ല, ഒരു മൃഗമായിക്കോട്ടെ, ഒരു പക്ഷി ആയിക്കോട്ടെ, ആരോടാണെങ്കിലും ദൈവമുണ്ടാക്കിയ സകലത്തോടും നമ്മൾ കമ്പാഷനേറ്റ് ആകാൻ, കൈൻഡ് ആകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ മാത്രമല്ല ഉണ്ടാക്കിയത്, സകല നേച്ചറിനെയും സകല ചരാചരങ്ങളെയും സകല ജീവജാലങ്ങളെയും ഉണ്ടാക്കി അതിന് ആഹാരം കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൈപ്പണികളാണ് അവരെല്ലാം. അപ്പോൾ നാം അവരോടെല്ലാം കരുണയാകുവാൻ, കമ്പാഷനേറ്റ് ആകുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെന്ന് നാം മനസ്സിലാക്കുക. പലപ്പോഴും നാം ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട്, നമ്മൾ വിശുദ്ധരാണെന്ന് പറഞ്ഞിട്ട്, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അവരോട് കൂടി ഒന്ന് സങ്കടത്തിൽ കൂട്ടാളികളാകുവാതെ നമ്മൾ നമ്മളുടെ വഴിക്ക് പോകുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, വഴിയിൽ അവൻ വേദനിച്ച് കിടന്നപ്പോൾ ആരാണ് വന്നത് അവനെ സഹായിക്കുവാൻ? ആരാണ് സത്രത്തിലോട്ട് കൊണ്ടുപോയത്? ആരാണ് അവൻ്റെ മുറിവുകളെ എണ്ണ തേച്ചത്? ഇനിയും ഞാൻ വരാം, ഇനിയും നിനക്ക് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ യേശു കർത്താവിൻ്റെ മാതൃക നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ആ വചനമാണ്, ആ ജീവന്റെ വചനമാണ് നമ്മളെ നടത്തേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഇനിയും വരും. നീ പാപിയായിരുന്നു, ഞാൻ നിന്നെ ചേർത്തുകൊണ്ടു, എന്നാൽ നീ എന്നെ സ്വീകരിച്ചു. ഇനിയും വരുമ്പോൾ അവൻ രാജാതി രാജാവായിട്ട്, കർത്താതി കർത്താവായിട്ട്, ജീവന്റെ ജീവനായിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആ ജീവന്റെ ജീവൻ നമ്മളെ ഓരോരുത്തരെയും ചേർക്കുവാനായിട്ട് വരുമ്പോൾ നമ്മളോടൊരു ചോദ്യമുണ്ട്, പ്രിയ, നീ റെഡിയാണോ? കല്യാണ വസ്ത്രം നിന്നിലുണ്ടോ? അകത്തു വരുവാൻ നീ റെഡിയാണോ? ഹല്ലേലൂയ. അകത്ത് വെറുതെ കയറി വന്നിരുന്നാൽ നിന്റെ കല്യാണ വസ്ത്രം എവിടെയെന്ന് ചോദിക്കും. ആ കല്യാണ വസ്ത്രമാണ് നീതിയുടെ വസ്ത്രം, അത് ക്ഷമയുടെ വസ്ത്രം, അത് കരുണയുടെ വസ്ത്രം. ഹല്ലേലൂയ. ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ്. കരുണയുള്ളവരായിരിക്കുക നമ്മുടെ സഹചര്യങ്ങളോട്, നമ്മളുടെ കൂട്ടുകാരോട്, നമ്മുടെ വർക്ക് ഏരിയയിലോട്. നമ്മൾ ജീവിക്കുമ്പോൾ, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എല്ലാവരും ക്രിസ്ത്യൻസ് മാത്രമല്ല, ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവരെല്ലാം ക്രിസ്ത്യൻസ് മാത്രമല്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മൊത്തവും നിങ്ങളുടേതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ യാത്ര ചെയ്യുമ്പോഴും എല്ലാം ക്രിസ്ത്യാനികൾ മാത്രമല്ല, ദൈവത്തെ അറിയുന്നവർ മാത്രമല്ല, പലരും നമുക്കിഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരൊക്കെയും ഉണ്ടായിരുന്നിരിക്കും. അവരോടൊക്കെയും നാം സ്നേഹത്തോടു കൂടി ഇടപെടുക. ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നല്ല ചിരി പലരെയും ആത്മഹത്യയിൽ നിന്നും പല ദുഷ്പ്രവൃത്തികളിൽ നിന്നും വലിച്ചെടുക്കുവാൻ നമ്മളുടെ ഒരു ചിരിക്ക് സഹായിക്കും. സഹോദര, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് കൂട്ടായിട്ട് നിന്നെ സഹായിക്കുവാൻ. എനിക്ക് ചിലപ്പോൾ കഴിയത്തില്ല, എന്നാൽ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞൊന്ന് ചിരിക്കുവാൻ, ഒരു വാക്ക് കൊടുക്കുവാൻ, ഒരു കൈ കൊടുക്കുവാൻ. അതേത് ദുഷ്പ്രവൃത്തിക്കാരനായാലും അവനെ കർത്താവിൻ്റെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അതിനാൽ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് by forgiving one another. Praise God. God bless you.